إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 74-75 വചനങ്ങളുടെ വ്യാഖ്യാനം യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ യഖ്തസ്സു അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കുന്നു ബിറഹ്മതി അവന്റെ കാരുണ്യം കൊണ്ട് മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ദുൽ ഫളിൽ അലീം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയുമാകുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. യഹൂദർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള സത്യവിശ്വാസികളുടെ കൂടെ അല്ലാഹുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെയൊക്കെ പൊരുൾ. ശേഷമുള്ള ആയത്തിൽ അല്ലാഹ് വിശദീകരിക്കുന്നു, വമിനൽ അഹ്ലിൽ കിതാബി ആ വേദക്കാരിലുണ്ട് മൻ ഇൻ തഖ്മനു ബിഖിൻതാരി ഒരു കുംഭാരം തന്നെ ധനം അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരിൽ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ യുഅദ്ദിഹി നബിയെ തങ്ങളിലേക്ക് യുഅദ്ദിഹി ഇലൈക്ക് നബിയെ തങ്ങളിലേക്ക് അതവർ തിരിച്ചേൽപ്പിക്കുന്നതാണ്. വമിൻഹും അവരിലുണ്ട് മൻ ഇൻ തഖ്മനു ബിദീനാരി ഒരു സ്വർണ്ണ നാണയം ദീനാർ കൊണ്ട് അവരിൽ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ ലാ യുഅദ്ദിഹി അത് തങ്ങളിലേക്ക് അത് മടക്കി നൽകുകയില്ല, തിരിച്ചേൽപ്പിക്കുകയില്ല. അങ്ങനെയുള്ളവരും യഹൂദരിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായി അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരും അവരിലുണ്ട്, അമാനത്ത് കാത്തു സൂക്ഷിക്കാത്തവരും അവരിലുണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ഇല്ലാമാ ദുംത അലൈഹി ഖായിമൻ നീ അവരിലേക്ക് അന്വേഷിച്ചു ചെല്ലുന്ന രൂപത്തിൽ നിലകൊണ്ടാലല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ മാത്രമേ ഈ അമാനത്തിന്റെ മുതൽ അവർ തിരിച്ചു നൽകുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അത് അന്നഹും നിശ്ചയമായും അവർ ആയതിനാലാണ്, ഖാലു അവർ പറഞ്ഞതിനാലാണ്, ലൈസ നമ്മൾക്ക് ലൈസ അലൈന നമ്മുടെ മേൽ നമുക്കില്ല, നമ്മുടെ മേലില്ല, അതായത് നമ്മുടെ മേൽ ബാധ്യതയില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഫിൽ ഉമ്മീന നിരക്ഷരായ ജനങ്ങളിൽ, നിരക്ഷരായ എഴുത്തും വായനയും അറിയാത്ത ജനങ്ങൾ എന്നവർ പറയുന്നത് അറബികളെ കുറിച്ചാണ്. അറബികളുടെ മേൽ നമുക്ക് യാതൊരു ബാധ്യതയുമില്ല, സബീലും യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങിയതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുമില്ല, അവരോട് എങ്ങനെയും എന്തും പ്രവർത്തിക്കാം എന്നുള്ളൊരു ധാരണ അഹ്ലുൽ കിതാബുകൾക്ക് ഉണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുറന്നു കാണിക്കുന്നത്. വയഖൂലൂൻ അവർ പറയുന്നു അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ അൽ കദിബ കളവ് പറയുകയാണ്. വഹും അവർ യഅലമൂൻ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് കളവ് പറയുന്നത്, അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഈ യഹൂദ ക്രൈസ്തവ വിശ്വാസികൾ അഹ്ലുൽ കിതാബിന്റെ ആൾക്കാർ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് പരത്തി പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ അറബികളെ കുറിച്ച് അവരുടെ ധാരണ എന്താണ്? അവർ അങ്ങേയറ്റം താഴേക്കടിയിൽ വിവരമില്ലാത്ത അറിവില്ലാത്തവരാണ് ആയിട്ടാണ് അവർ ഗണിക്കുന്നത്. ആ രൂപത്തിൽ അവരോട് എന്ത് അനീതി പ്രവർത്തിക്കാനും നമുക്ക് ആ ബാധ്യതയുണ്ട് എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനമാണ്. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്.